ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു കടച്ചക്ക അഥവാ ചീമച്ചക്ക എന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഈ ചക്കയ്ക്ക് പേര് പറയുന്നതെന്ന് പറയണേ കൂട്ടുകാരെ. അപ്പം ഇത് വെച്ച് തേങ്ങ വറുത്തരച്ച ഒരു തീയലാണ് കൂട്ടുകാരെ ഞാൻ ഉണ്ടാക്കുന്നത്. ഇറച്ചിക്കറിയുടെയൊക്കെ രുചിയാണ് ഈ കറിക്ക്. അപ്പം ആ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. നിങ്ങളുടെ നാട്ടിൽ ചീമച്ചക്കയ്ക്കൊക്കെ എന്താണ് പേര് പറയുക? ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കുമല്ലോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഞാൻ ഒരു കടച്ചക്ക എടുത്തിട്ടുണ്ട് തീയൽ വെക്കാൻ വേണ്ടിയിട്ട്. ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു കാമുറി തേങ്ങ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം തേങ്ങ. കൂടെ തന്നെ ഒരു 2 തണ്ട് കരിയാപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ചുവന മൂപ്പിച്ചെടുക്കാം. ഈ ക്രഷ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ തേങ്ങയെല്ലാം എളുപ്പം മൂത്ത് കിട്ടാൻ നല്ലതാണ്, തിരുമ്മി ഇടുന്നതിനേക്കായി. പിന്നെ എൻ്റെ തേങ്ങ കയന്നതുമായിരുന്നു, അതുകൊണ്ട് ഞാനത് മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവന്നത്. അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും സാധനങ്ങളാണ് എടുത്തേക്കുന്നത്. കൂട്ടുകാർക്ക് കാണുമ്പോൾ അറിയാമല്ലോ. പിന്നെ മുളക് പൊടി എടുത്തേക്കുന്നത് പിരിയനും സാധാരണ കൂടെ കൂട്ടി പൊടിച്ചതാണ് കേട്ടോ. പിന്നെ നമ്മുടെ കറിക്ക് ഫ്ലേവറും കൊടുക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. ഇനി ആ ചൂടിലിരുന്ന് ഇത് മൂത്തുകൊള്ളും. നമുക്കിതൊന്ന് മാറ്റി വെക്കാം പാനിൻ്റെ ചൂടിൽ. എന്നിട്ട് കറി വെക്കാൻ വേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഇച്ചിരി കടു കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണോളം കടു ഇട്ട് കൊടുത്തു. കടു ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിനകത്തോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അവരവരുടെ ആവശ്യത്തിന് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ചെറു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 കഷ്ണം വെളുത്തുള്ളിയും, തേങ്ങാക്കൊത്തൊക്കെ ഓരോ ടേസ്റ്റിന് വേണ്ടി നമ്മൾ ഇടുന്നതാണ്. അതൊക്കെ അവരവരുടെ ആവശ്യത്തിന് എത്ര വേണമെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ച് എടുക്കുകയാണ്. അതൊന്ന് ഒരുവിധം മൂത്ത് വന്നപ്പോഴത്തേക്ക് ഒരു 2 പിടി ചുമന്നുള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അറ്റവും വാലവും കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് വഴറ്റി എടുക്കുകയാണ്. ഒന്ന് അടച്ചു വെച്ച് വഴറ്റിയെടുക്കാം. അപ്പോൾ എളുപ്പം സോഫ്റ്റായി കിട്ടും. അതൊന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിനകത്തോട്ട് ഒരു ചെറു തക്കാളി കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ഒന്ന് വഴറ്റി എടുക്കാം. എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം വീണ്ടും ഈ രൂപത്തിലായി കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചീമച്ചക്ക കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റി എടുക്കാം. കൂടെ തന്നെ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റി എടുക്കാം. കഷ്ണങ്ങളൊക്കെ വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടികൾ മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി അരച്ചെടുത്തോണ്ട് വരാം. അപ്പം ഈ കഷ്ണങ്ങൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അടിക്ക് പിടിക്കാതെ എല്ലാ വശത്തും ഒന്ന് ചൂട് തട്ടത്തക്ക രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും അടച്ചു വെക്കാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഇവിടെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തോണ്ട് വന്ന അരപ്പ് കൂടി ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയുടെ ജാറും കൂടെ കഴുകിയുള്ള വെള്ളവും കൂടെ, ഈ കഷ്ണം വേവാൻ ആവശ്യമായ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് എടുക്കാം. കറിയൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്നുകൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കറിയാണ്.
ഇത് എളുപ്പം കഷ്ണമൊക്കെ വേവും, നല്ല പഞ്ഞി പോലെ അതിൻ്റെ കഷ്ണങ്ങൾ ഇരിക്കുന്നത് വെന്ത് വരുമ്പം വെണ്ണ പോലിരിക്കും. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അത് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി കറി ഇരിക്കും തോറും ഇത് കുറുകും കേട്ടോ, ഈ കഷ്ണം ചൊവ്വന വെണ്ണ പോലെ വേവുന്നത് കൊണ്ട്. അപ്പോൾ കറിയൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അതിന് കടു വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലൊരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിനകത്തോട്ട് 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 2 തണ്ട് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. കൂടെ തന്നെ 2 കൊച്ചുള്ളി കൂടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ച് എടുക്കാം. അപ്പോൾ മൂത്തൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അത് നമുക്ക് കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മണമൊന്നും പോവാതെ അത് ഒരു 10 മിനിറ്റ് നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് കറിയെല്ലാം കുറുകി നല്ല സെറ്റായിട്ടാണ് ഇരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു കറിയാണ് കൂട്ടുകാരെ. കടച്ചക്ക നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കണം, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ കൊള്ളാവുന്ന നല്ല ഒരു ചീമച്ചക്ക കറിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും, അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബായ്.